അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ മസ്തിഷ്ക ജ്വരം പിടിപെട്ടാൽ ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള സാധ്യത വെറും 3% മാത്രമാണ്. ഇന്ത്യയിൽ ഈ അസുഖം ബാധിച്ചവരിൽ രോഗമുക്തി നേടിയ ആദ്യത്തെയാളാണ് കോഴിക്കോട് തിക്കൊടി പള്ളിക്കരയിലെ 14 വയസ്സുകാരൻ അഫ്നാൻ ജാസിം. ഒരു റിപ്പോർട്ട്. ട്യൂഷൻ സെന്ററിൽ വെച്ച് ഒരു തലവേദനയാണ് അഫ്നാന് ആദ്യം തുടങ്ങിയത്. അവിടെ നിന്നും വീട്ടിലെത്തി മേലടി CHCയിൽ പോയി ഡോക്ടറെ കണ്ടു. ആ മരുന്നുകൾ കഴിച്ചു. എന്നാൽ തലവേദനയോടൊപ്പം അപസ്മാരം കൂടി വന്നതോടെ വീട്ടുകാർ പയ്യോളിയിലെ മറ്റൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി. അവിടെ നിന്നും കുളത്തിൽ മുങ്ങിക്കുളിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ അഫ്നാന്റെ പിതാവ് ഡോക്ടറോട് സംസാരിച്ചു. കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ കൂടുതൽ സൌകര്യമുള്ള ആശുപത്രിയിലേക്ക് പോകാനായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. തുടർന്ന് വടകരയിലെ പാർക്കോ ആശുപത്രിയിലെത്തി. അവിടെ എമർജൻസി വിഭാഗത്തിലെ ഡോക്ടർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യങ്ങൾ ഡോക്ടറോടുകൂടി വിശദീകരിച്ചപ്പോൾ മസ്തിഷ്ക ജ്വരം ആകാമെന്ന് ഡോക്ടർ സംശയം പ്രകടിപ്പിക്കുകയും കോഴിക്കോട് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു. ഉടൻ തന്നെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് അഫ്നാനെ എത്തിച്ചു. അവിടെ നിന്നാണ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത്. രോഗം എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞതാണ് അഫ്നാൻ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള പ്രധാന കാരണം. ഒപ്പം കൃത്യസമയത്ത് തന്നെ ആവശ്യമായ മരുന്നുകളും നൽകാൻ കഴിഞ്ഞു. 22 ദിവസമാണ് അഫ്നാൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞത്. അവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും ജനപ്രതിനിധികളുമെല്ലാം കുടുംബത്തോടൊപ്പം നിന്നു. ഒടുവിൽ രോഗമുക്തി നേടി അഫ്നാൻ വീട്ടിലെത്തി. ആശുപത്രിയിലുള്ള സമയത്തൊന്നും തന്നെ ബാധിച്ച അസുഖത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അഫ്നാന് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം അറിയാം. ചികിത്സയെക്കുറിച്ചും അസുഖത്തെക്കുറിച്ചും ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് അഫ്നാൻ പ്രതികരിക്കുന്നത്. 22 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഇപ്പം വീട്ടിൽ. ഇപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ സ്കൂളിൽ പോകാമെന്നാണ് പ്രതീക്ഷ. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സും അതേപോലെ തന്നെ സിസ്റ്റേഴ്സും എല്ലാം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു ടെൻഷനും ഇല്ലാതെ അങ്ങനെ ഇവിടുത്തെ വരെ എത്തിച്ചു. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കാം ഇതുവരെ എത്തിച്ചു. എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിന്റെ ഫലമായാണ് തന്റെ മകന് രോഗമുക്തി നേടാൻ ആയത് എന്ന് അഫ്നാന്റെ പിതാവ് പറയുന്നു. ഫസ്റ്റ് തന്നെ ഇവന് ഒരു തലവേദന വന്ന് ഇവിടെ പയ്യോളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഫസ്റ്റ് തന്നെ അവിടെ കാണിച്ചു. അപ്പോൾ അവിടുന്ന് തലവേദനക്കുള്ള മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇപ്പം വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് രാത്രി ഒരു 9 മണിക്ക് പെട്ടെന്ന് ഫിക്സ് വന്നപ്പോൾ അതിൻ്റെ കാരണം അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പയ്യോളി ആനന്ദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ഡോക്ടറോട് ഇവൻ കുളിച്ച വിവരമൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഈ അമീബിനെ പറ്റിയൊക്കെ ഞാനിങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഡോക്ടറോട് അവിടെ നിന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ വേണ്ടി. പക്ഷേ വരുന്ന വഴിക്ക് ഞങ്ങൾ ബേബി ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ എത്തി സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് പിന്നെ MRI എടുത്തു, പിന്നെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു, പിന്നെ നട്ടലിന് നീര് കുത്തിയെടുത്തു. പിന്നെ അതിൻ്റെ റിസൾട്ടിൽ പോസിറ്റീവ് ആയപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയും ചെയ്തു. ഒരു മാക്സിമം ഒരു 5 മണിക്കൂർ കൊണ്ട് എല്ലാ ട്രീറ്റ്മെൻറ്റ് ഇവന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഉള്ള ദിവസങ്ങളിലൊക്കെ ഇവന് മരുന്നോട് പ്രതികരിക്കാനൊക്കെ തുടങ്ങി. വേറെ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. ഡോക്ടേഴ്സും സിസ്റ്റർമാരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. മോന് ഇപ്പം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. 22 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 22-ന് രാത്രി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പം വീട്ടിൽ റെസ്റ്റിലാണുള്ളത്.